27 വർഷങ്ങൾക്ക് മുൻപ് ഒരാൾ കണ്ടൊരു സ്വപ്നം, പിൽക്കാലത്ത് ആ സ്വപ്നത്തിൻ്റെ ഭാഗമായ ഒരുപാട് വിദ്യാർത്ഥികളുണ്ടായി. ആ വിദ്യാർത്ഥികളിൽ പലരും പിന്നെ പ്രസ്ഥാനത്തിനേക്കാളും വലിയ മനുഷ്യരാകുന്നതും ആ പ്രസ്ഥാനം കണ്ടു. ആ പ്രസ്ഥാനത്തിൻ്റെ ചുമതലക്കാരൻ, അമരക്കാരൻ മുത്തുകയാണ് ഇന്ന് നമ്മളോട് കൂടെയുള്ളത്. ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോയുടെ മാനേജിംഗ് ഡയറക്ടർ. നമസ്കാരം മുത്തുക. ഇതിങ്ങനെ ആലോചിക്കുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമല്ലേ? നമ്മൾ 27 വർഷങ്ങൾക്ക് മുൻപ് ഇങ്ങനൊരു സ്വപ്നം കണ്ടില്ലായിരുന്നുവെങ്കിൽ ചിലപ്പോൾ വഴിമാറി പോകേണ്ട ഒരു വലിയ തലമുറയെ കൂടി നമ്മളിങ്ങനെ ആലോചിക്കുമ്പോൾ അത് ഭയങ്കര ഒരു രസമുള്ള കാര്യമല്ലേ? 27 വർഷം മുമ്പൊക്കെ ഡിഗ്രിക്കൊക്കെ പഠിക്കുന്ന ഒരാൾക്ക് ജോലി ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. ജോലി കിട്ടാൻ വേണ്ടി പഠിക്കുകയാണ്. അതെ, ശരിക്കും നമ്മളെ വാപ്പാക്കൊക്കെ ഇഷ്ടംപോലെ വെൽത്തും മൊബൈൽ ബിസിനസ്സൊക്കെ ഉണ്ട്. പക്ഷെ നമ്മളും ആലോചിച്ചിരുന്നത് BA കിട്ടുമോ, BEd എടുക്കുമോ. പക്ഷെ അതിൽ നിന്ന് മാറിയിട്ട് ഞാൻ അന്ന് MBA പോകാൻ വേണ്ടി ബോംബെയിൽ പോയതാണ് സത്യത്തിൽ. അപ്പോൾ നമ്മളെ വാപ്പാൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞ്, ഒരു എൻ്റർപ്രീനിയർ ആയ പോരെ, എന്നാൽ എന്തൊരു ഫ്രീഡാണ്. ഒരു ബിസിനസ് പഠിക്കുന്നതിലും നല്ലത് ബിസിനസ് ചെയ്ത് പഠിച്ച പോരെ. എന്നാ ഒരു 40 വയസ്സാകുമ്പോഴേക്കും പാസീവ് ഇൻകത്തുമ്പോൾ ജീവിച്ചൂടെ? ഇത് അവസാനം വരെ മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു എംപ്ലോയ്മെന്റിന് എന്തിനാ പോകുന്നത്? ഈവൻ ഗവൺമെന്റ് ജോലിയാണെങ്കിലും ഇൻഡയറക്ട്ലി ഒരു ഫ്രീഡം ഇല്ലല്ലോ എവിടെ പോസ്റ്റ് ചെയ്യുമെന്തോ. അപ്പോൾ ഞാൻ IAS സിവിൽ സർവീസ് എക്സാം ഒക്കെ ചെയ്യണം എന്നുള്ള ആൾക്ക് ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ കോമ്പറ്റീഷൻ സക്സസ് റിവ്യൂ, ദി വീക്ക് ഇതൊക്കെ വരുത്തി അങ്ങനെ മോശമാണെന്നല്ല. പക്ഷെ എൻ്റെ വാപ്പാൻ്റെ ബാക്ക്ഗ്രൗണ്ട് വെച്ച് അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒന്നതാണ് ഞമ്മക്ക്. രണ്ടാമത് വരുന്നത്, നമ്മൾ മരിച്ചു പോയാലും നമ്മളെ ശേഷം വരുന്നവർക്കൊരു ഉപകാരം ചെയ്യുന്ന, അല്ലെങ്കിൽ ഒരു ഗൈഡൻസ് കൊടുക്കുന്ന, അല്ലെങ്കിൽ ഒരു ദിശ കൊടുക്കുന്ന ഒരാളാവണം എന്നുള്ളൊരു ആഗ്രഹം വാപ്പയിൽ നിന്നുള്ളൊരു മോട്ടിവേഷനാവും. പിന്നെ കമ്പ്യൂട്ടർ എന്നൊരു അത്ഭുതമായിരുന്നു. 92 ആദ്യമായിട്ട് കമ്പ്യൂട്ടർ കാണുന്നത്. അന്നൊക്കെ എനിക്ക് തോന്നുന്നു ഈ വരച്ച് കമ്പ്യൂട്ടർ പഠിപ്പിക്കുന്ന ഒരു സമയമാണ്. പ്രോഗ്രാമിംഗ് ഒക്കെ നമ്മൾ വരച്ച് പഠിപ്പിക്കുന്ന ഒരു ടൈം. ഡോസ്, വിൻഡോസ്, കോബോൾ എന്നൊക്കെ പറഞ്ഞിട്ട് പ്രോഗ്രാമാണ്. അന്ന് 50,000 ഉറുപ്പ്യാണ്. അന്ന് പവന് 2,000 ഉറുപ്പ്യ ഉള്ളൂ കേട്ടോ. 50,000 ഉറുപ്പ്യ മുടക്കിയിട്ട് പഠിക്കുകയാണ് ഞാൻ സെക്കൻഡ് BCom പഠിക്കുമ്പോൾ. അപ്പോൾ കമ്പ്യൂട്ടർ കാണാൻ പോയി നോക്കിയത്. കമ്പ്യൂട്ടർ കാണാനുള്ള ആകാംക്ഷ ഉണ്ട്. ആ ഒരു വലിയൊരു സാധനം. അപ്പൊ അതിന്റെ പുറത്ത് എഴുതിയിട്ടുണ്ട് ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ, നോ ഫുഡ്വെയർ. അത് അങ്ങോട്ട് ചെരുപ്പ് തൊടാൻ പാടില്ല. അപ്പൊ അന്ന് ആ ഒരു കമ്പ്യൂട്ടർ പഠിച്ചപ്പോഴേ തലയിൽ കത്തി, ഇനി ഭാവി വരാൻ പോകുന്നത് ഈ ചതുരപ്പെട്ടിക്കകത്താണ്. അപ്പോൾ അത് ബേസ് ചെയ്ത് എന്തെങ്കിലും ചെയ്യണം എന്നുള്ള ഒരാഗ്രഹം. അപ്പൊ ഇതൊക്കെ കൂടിയതാണ് ഈ ഒരു 27 വർഷം. ശരിക്കും അങ്ങനെ ഒരു ആഗ്രഹം നമ്മൾക്ക് പിറവിയെടുക്കുന്ന സമയത്ത് അതിനെന്തായിരുന്നു ഒരു ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത്? അത് ബാപ്പയുടെ ഒരു തുടർച്ച എന്ന് പറയുന്ന രീതി തന്നെയാണോ? അല്ല, ഇതൊരു ആക്സിഡന്റൽ സംഭവമാണ്. ഇത് ആഗ്രഹം ഉണ്ടെങ്കിൽ എവിടെ തുടങ്ങണം, എങ്ങനെ തുടങ്ങണം എന്നൊന്നും നമുക്ക് അറിയില്ലല്ലോ. എത്ര വയസ്സുണ്ട് ഈ പ്രസ്ഥാനം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത്? ഞാൻ അന്ന് 26 വയസ്സാവും. യഥാർത്ഥത്തിൽ നമ്മൾ ഡിഗ്രി കഴിയുമ്പോൾ വാപ്പാന്റെ ട്രാവൽ ഏജൻസിയിലാണുള്ളത്. നമ്മളെ പാർട്ണർ ഹംസ അഞ്ചുമുക്കില്, അദ്ദേഹം ചെറുപ്പത്തിലെ ഇലക്ട്രോണിക്സ് പഠിച്ച് കാഷ്യോ കമ്പ്യൂട്ടർ കമ്പനി, ഡിജിറ്റൽ ഡയറി ഒക്കെ, അത് ജപ്പാന്റെ വലിയ, അത് ജിദ്ദയിൽ ജോലി ചെയ്യാണ്. സംഭവമാണ്. അപ്പോൾ ആ സമയത്ത് സൗദി പൗരന്മാർ അവിടെ പഠിക്കാൻ വേണ്ടി വരും. അതിൽപ്പെട്ടൊരു വിദ്യാർത്ഥിയായിട്ട് ഹംസസാറ് ടൈപ്പായി. അലിസ് ഖാൻ കമ്പനി എന്ന് പറഞ്ഞൊരു മാനുഫാക്ചറിങ് കമ്പനി ടെലികോം പ്രൊഡക്റ്റ് സപ്ലൈ ചെയ്യുന്ന സ്റ്റാർട്ട് ചെയ്ത്. പുള്ളി പർച്ചേസിന് വേണ്ടി ഫ്രീക്വൻ്റ്ലി ബോംബെയിൽ വരും. ഞാനാണ് ടിക്കറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പൊ നമുക്ക് സാധാരണ സൗദി എന്നൊക്കെ ആഴ്ചക്ക് നാട്ടിൽ വരുന്ന ആളെന്ന് പറഞ്ഞാല് വലിയ അത്ഭുതമാണല്ലോ, അത്ഭുതം പർച്ചേസ്. അപ്പൊ ഞങ്ങൾ ആ ഒരു ഫ്രണ്ട്ഷിപ്പാണ് യഥാർത്ഥത്തിൽ ബ്രിഡ്കോ എന്നുള്ള രീതിയിലേക്ക് വരുന്നത്. ആ ബ്രിഡ്കോ എന്നുള്ള അടിസ്ഥാനം 100% ഹംസസാറുടെ ഒരു വിഷനാണ് ബ്രിഡ്കോ എന്നുള്ള ഈ ഒരു ടൈപ്പ്. കാരണം അദ്ദേഹം സൗദിയിൽ നിന്ന് വന്ന് ദുബായിൽ ബിസിനസ് തുടങ്ങണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞ് ആ സമയത്ത് 93 ഞാൻ ഡിഗ്രി ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ ഇറാൻ ഇതുപോലെ അന്ന് കുവൈത്ത് യുദ്ധം മൊത്തം മിഡിൽ ഈസ്റ്റ് സ്റ്റക്കായി. മലയാളികൾ ഒരു ഓട്ടോ പോലും പിടിക്കാതെ ബസ്സിന് പോകുന്ന അവസ്ഥയായി. കേരളത്തിലെ ബിസിനസ് സ്റ്റക്കായി. അപ്പോൾ ഞാൻ പറഞ്ഞു, ഈ UAE സൗദിയൊക്കെ നല്ല തന്നെ, പക്ഷേ ഒരു 10-20 വർഷം കൊണ്ട് നാഷണലൈസേഷൻ കൂടും. എന്തെങ്കിലും ഒരു ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ ആളുകൾ ആ നാട് പോകും. പിന്നെ പെട്രോൾ ഇൻകം എന്ന് പറയുന്ന തന്നെ അടുത്ത കാലം കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് വാഹനങ്ങൾ വരും. അന്ന് ഇലക്ട്രോണിക് വെഹിക്കിൾ വന്നിട്ടില്ല. അപ്പോൾ ക്രൂഡ് ഓയിൽ ഇൻകം തുടർന്നാൽ എന്തായാലും ഇന്ത്യക്കാർക്കൊരു ലോങ് റൺ അല്ല, അത് ബേസ് ചെയ്തിട്ട് കേരളം ഇരുന്നു പോകും. അപ്പോൾ നമുക്ക് വൈ കാൻ വി ഇൻ ബോംബെ ഓർ ഇൻ ഡൽഹി എന്നുള്ള ചോദ്യം എപ്പോഴും ഈ ബിസിനസിനെ കുറിച്ച് പറയുന്ന സമയത്ത് ഇന്ത്യയുടെ ഒരു കൊമേഴ്ഷ്യൽ സിറ്റി എന്ന് പറയുന്നത് എപ്പോഴും ബോംബെ ആയിട്ടാണ് പറയാം. ഡൽഹി എന്ന് പറയുന്നത് നമ്മുടെ ക്യാപിറ്റൽ സിറ്റിയാണ്. നമ്മൾ അതിനെപ്പോഴും സാംസ്കാരികപരമായിട്ടുള്ള കാര്യത്തിലാണ് എപ്പോഴും മുൻപന്തിയിൽ നിർത്തുക. മറിച്ച് ബിസിനസിൻ്റെ കാര്യം പറയുമ്പോൾ അപ്പോൾ തന്നെ നമ്മൾ ബോംബെ എന്ന് പറയുകയും ചെയ്യും. പക്ഷെ അന്ന് തീരുമാനിച്ചു നമുക്ക് ബോംബെയിലല്ല ഡൽഹിയിലാണ് വേണ്ടതെന്ന്. അത് രണ്ട് റീസൺ ഉണ്ട്. ഒന്ന്, ഞങ്ങൾ ബോംബെയിലാണല്ലോ, ബോംബെക്ക് സാധനം വരുന്നത് ഡൽഹിയിൽ നിന്നാണ്.
ഡൽഹിയിൽ സീപോർട്ട് ഇല്ല, ബോംബെയിലെ സീപോർട്ട്. പക്ഷേ ഡൽഹിയുടെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ഡൽഹിയിൽ ക്ലിയർ ചെയ്യാനുള്ള കണ്ടെയ്നറുകൾ ബോംബെയിലോ കൊച്ചിയിലോ ഒന്നും ക്ലിയർ ആക്കൂല. അത് എത്രയും പെട്ടെന്ന് ഡൽഹിയിൽ എത്തിച്ച് ഡൽഹിയിൽ ഫാസ്റ്റ് ക്ലിയറിങ്സ്, കാരണം അവിടെ ഏറ്റവും സുപ്രീം ഓഫീസേഴ്സാണല്ലോ നിൽക്കുന്നത്. അത് ഇന്ത്യൻ്റെ മറ്റൊരു മുഖമാണ്, നമ്മൾ മോശം പറയേണ്ടതില്ല. അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ ഡൽഹിയിൽ നിന്നാണ് മൊത്തം നേപ്പാളിലേക്ക്, അന്ന് പാകിസ്ഥാനിലേക്ക്, ഇപ്പോൾ പാകിസ്ഥാൻ ബന്ധായി, ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനം കൽക്കത്ത മദ്രാസിലേക്കൊക്കെ സാധനം പോകുന്നത്. അതുകൊണ്ട് ശരിക്കും ഇപ്പം ഞങ്ങളെ കരോൾബാഗ് മാർക്കറ്റ് ഡെയിലി 2002 2000 കോടി ടേൺ ഓവറുള്ള സ്ഥലമാണ്. എന്നുവെച്ചാൽ ഒരു കടയിലും ചെറിയ കടയിക്കാരും ഈ വലിപ്പുണ്ടാവില്ല, ചാക്കില പൈസ ഇടുക. അപ്പോ സ്വാഭാവികമായിട്ടും ഇപ്പോഴും അങ്ങനെയൊക്കെ തന്നെയാണ് ഇന്ത്യ. അപ്പൊ പറഞ്ഞു വരുന്നത്, നമ്മള് സുപ്രീം കോടതിയും പാർലമെന്റും ഒരു സന്ദർശന സ്ഥലമായിട്ടാണ് ഡൽഹിയെ കാണുന്നത്. പക്ഷെ അല്ല, ഡൽഹിയാണ് മൊത്തം ഈ പഞ്ചാബ് അതേപോലെ ഹരിയാന ഇവിടെയൊക്കെയുള്ള മാനുഫാക്ചറിങ് പ്രൊഡക്ട്സ് 11,000 ട്രക്സാണ് ഡെയിലി ഡൽഹി മാർക്കറ്റിലേക്ക് വരുന്നത്. വരാതെ നോയിഡയിൽ നിന്നൊക്കെ കയറി പോകുന്നത് വേറെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡൽഹി ഒരു ഭയങ്കര ബിസിനസ് ഹബ്ബാണ്. മലയാളികൾ ജോലിക്ക് മാത്രമേ പോകാറുള്ളൂ, അല്ലെങ്കിൽ പഠിക്കാൻ. നമുക്കിപ്പോൾ ബ്രിഡ്കോയിലേക്ക് തന്നെ തിരിച്ച് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനൊരു ഒരു സ്ഥാപനം അത് സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടായിട്ട് വേണം, ആ തോട്ടിലേക്ക് എപ്പോഴായിരുന്നു കിടക്കുന്നത്? ഈ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ചിന്താഗതി നമുക്ക് സ്വാഭാവികമായിട്ടും, ഞാൻ 10ാം ക്ലാസ് കഴിയുമ്പോൾ സ്പോക്കൺ ഇംഗ്ലീഷ് മാഷ് എടുത്തുന്ന ഇംഗ്ലീഷ് പഠിക്കുന്നത്. നമ്മുടെ സ്കൂളുകൾ എന്ന് പറഞ്ഞാൽ കുറ്റം പറയല്ല, അങ്ങനത്തെ ഒരു സിസ്റ്റമാണ്. 50-60 കുട്ടികൾക്ക് ഒരു ഇംഗ്ലീഷ് ടീച്ചർ 45 മിനിറ്റിന് വരും. അത് അവർക്ക് ഇംഗ്ലീഷ് അറിയാമോ എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ പ്രയാസമാണ്. അതല്ല, അവർക്ക് സിലബസ് പൂർത്തിയാക്കണം. നമുക്ക് ബേസിക് സ്ട്രക്ചർ പോലും അറിയില്ലല്ലോ. ഇപ്പം ഞാൻ ഇന്ന് കോഴിക്കോട് പോയി എന്നുള്ളതിന് ടുഡേ മോർണിംഗ് കോഴിക്കോട് ഇവന്റ് എന്നുള്ള നമ്മൾ പഠിക്കുക. കോഴിക്കോട് ആ സബ്ജക്ട് പഠിക്കേണ്ട ഒബ്ജക്റ്റ് പോലും നമുക്ക് അറിയില്ല. അപ്പോൾ അത് പഠിപ്പിച്ച് തന്നപ്പോൾ ആ മാഷ് എന്താ വെച്ചാൽ അപ്പം മുതൽ തന്നെ ആ പഠിച്ച അത്രയും താഴെ വരുന്ന കുട്ടികളെ നമ്മളെ കൊണ്ട് തന്നെ പഠിപ്പിച്ചു. ഒരു ടീച്ചിങ് മൈൻഡ് ആദ്യം ഉണ്ട്. സെക്കൻഡ്, നമ്മൾ ട്രാവൽ ഏജൻസി ഫീൽഡിലാവുമ്പോൾ നക്പൺ ട്രാവൽസ് ഓഫ് ഇന്ത്യ ഉണ്ട്. അവർക്ക് കേരളം മുഴുവനും ബ്രാഞ്ച് ഉണ്ട്, അല്ലെങ്കിൽ ഫ്രാഞ്ചൈസി ഉണ്ട്. നമ്മൾക്ക് ആകെ നമ്മളെ നാട്ടിലേ ഉള്ളൂ. അപ്പം നാസർക്ക് എല്ലാവരും പഠിപ്പിച്ചു. അതുകൊണ്ട് നാസർ ഖാന്റെ ബിസിനസ് വളർന്നു. ഒരു സ്ഥലത്ത് സക്സസ് ആയ പ്രോജക്റ്റ് എല്ലായിടത്തും സക്സസ് ആവുമല്ലോ. അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഇത് കൊടുത്തൂടെ എന്നുള്ളൊരു ഫ്രാഞ്ചൈസി മൈൻഡ്, അങ്ങനെയാണ് ട്രെയിനിങ് ആദ്യം തുടങ്ങുന്നത്. പിന്നെയാണ് ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക് വരുന്നത്. അതിൻ്റെ പിന്നിൽ എസ്കോട്ടൽ എന്ന് പറഞ്ഞിട്ട് ആ കാലത്തെ സർവീസ് പ്രൊവൈഡറാണ് നമ്മൾ പുഷ് ചെയ്യുന്നത്. കാരണം ഇന്ത്യ മുഴുവനും സർവീസ് കൊടുക്കാൻ പറ്റാഞ്ഞിട്ട് എല്ലാ ടെലികോം കമ്പനികളും അന്നത്തെ സെല്ലുലാർ പ്രൊവൈഡേഴ്സ് ടെൻഷനിലായിരുന്നു. കാരണം ഇത് കമ്പനിക്ക് ഒന്നും ചെയ്യാനില്ല. കാരണം ഇത് സർവീസ് മൗണ്ട് ഡിവൈസ് ആണ്. ഇന്ത്യയിലൊരു യൂണിവേഴ്സിറ്റിയിലോ പോളിയിലോ അന്നും ഇന്നും അങ്ങനെ ഒരു കോഴ്സ് ഇല്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും അറിയാത്തതും തൊട്ടത് നാശവും. ഞങ്ങൾക്ക് എത്രയോ കാലം മൊബൈൽ ഫോൺ ഒരു കമ്പ്യൂട്ടറാണ്, അതിൽ സോഫ്റ്റ്വെയർ ഉണ്ട്, തൊടല്ലേ എന്ന് പറയേണ്ടത് ഞങ്ങളെ വലിയൊരു പണിയിരുന്നു. അപ്പോൾ അംസൊക്കെ ഈ ഡിജിറ്റൽ മറ്റേ ജപ്പാനീസിൽ നിന്ന് പഠിച്ചതുകൊണ്ടാണ് നമുക്ക് സർവീസുകൾ ഇതിലും വന്നത്. അപ്പോൾ നമ്മളെ കൊണ്ട് കഴിയില്ല എന്ന് മനസ്സിലാക്കിയപ്പോഴാണ് നമ്മൾ ഏറ്റവും ആദ്യം കമ്പ്യൂട്ടർ കണ്ടൊരു കഥ പറഞ്ഞു. അതായത് ഇതിനകത്ത് ഹാർഡ്വെയർ ആണ്, സോഫ്റ്റ്വെയർ ആണ്, ഇതിനകത്ത് ഫുഡ്വെയർ ഇടാൻ പാടില്ല എന്ന് പറയുന്നൊരു കഥ നമ്മൾ പറഞ്ഞു. ഏറ്റവും ആദ്യമായിട്ട് മൊബൈൽ കണ്ടൊരു കഥ പറയുകയാണെങ്കിൽ, ഓർമ്മിച്ചെടുക്കുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും? മൊബൈൽ ആദ്യം കാണുന്നത് പക്ഷേ എസ്കോട്ടൽ എന്ന് പറഞ്ഞ കമ്പനി കോട്ടക്കലിൽ ടവർ സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ട് 1-2 ബിസിനസ്സുകാരോട് അതിൻ്റെ പ്രോജക്റ്റ് സംസാരിക്കാൻ പറഞ്ഞു. അപ്പോൾ അതിന് ജിബു എന്ന് പറഞ്ഞൊരു മാനേജർ അടുത്തുനിന്നാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. നമ്മളിത് കാണുന്നത് നമ്മൾ ട്രാവൽ ഏജൻസി ഫീൽഡിലായപ്പോൾ മറ്റേ എറണാകുളത്ത് എമിഗ്രേഷൻ്റെ ഓഫീസിൻ്റെ മുകളിലാണ് എസ്കോട്ടലിൻ്റെ ഓഫീസ് ഉള്ളത്. അപ്പം നല്ല വെൽ ഡ്രസ്ഡ് ആയ ഒരാൾ ഒറ്റക്ക് സംസാരിച്ചുകൊണ്ട് അതിൻ്റെ മേലോട്ട് കയറി പോകുന്നുണ്ട്. അപ്പം ഞാൻ കരുതി വട്ടന്മാരാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു ലേഡി വെൽ ഡ്രസ്ഡ് അവരുണ്ട്. അപ്പൊ ഈ ഹാൻഡ് ഫ്രീ ആണ് ഇവര്, ഫോണ് കൈ കാണുന്നില്ല, ഒറ്റക്ക് വർത്തമാനം പറഞ്ഞോട് പോള്. അത് സത്യമായിട്ടും ഇതിന്റെ മേലെ എന്തെങ്കിലും സൈക്കോളജിസ്റ്റ് ഇരിക്കാണോന്ന് അറിയാൻ വേണ്ടിട്ട്. അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഭ്രാന്തന്മാരൊക്കെ വെൽ ഡ്രസ്ഡ് ആണോ? അല്ല, ഞാൻ അതിന്റെ മുകളിൽ കയറി നോക്കി. മേഴ്സി എസ്റ്റേറ്റിലാണ് ആ ബിൽഡിംഗ് ഉള്ളത്. അങ്ങനെയാണ് ഫസ്റ്റ് നമ്മളൊരു മൊബൈലിൽ സംസാരിച്ചുകൊണ്ട് പോകുന്ന ആളെ കണ്ടത്. പക്ഷെ നമ്മൾ ഉപയോഗിച്ചത് എസ്കോട്ടൽ കമ്പനിന്റെ അന്നത്തെ ഒരു മാർക്കറ്റിംഗ് മാനേജർ എടുത്തുനിന്നാണ് ഉപയോഗിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, നമ്മൾ അന്ന് എസ്കോട്ടലിന്റെ ഫോൺ നമ്മൾ കയ്യിലേക്ക് വെക്കുന്ന സമയത്ത് നമ്മൾ വിചാരിച്ചിട്ടുണ്ടോ ഇത് നമ്മളുടെ ജീവിതം മാറ്റാൻ പോകുന്ന, ഇത് ഒരുപാട് സ്റ്റുഡൻസിന്റെ ജീവിതം മാറ്റാൻ പോകുന്ന ഒരു സാധനമാണ് നമ്മുടെ കയ്യിലിരിക്കുന്നത്. 16 രൂപ 80 പൈസയാണ് ഔട്ട് ഗോയിങ്ങിന്, ഇൻകമിങ്ങിന് 8 രൂപ 40 പൈസയാണ്. സോ ഇതൊരു പ്രീമിയം ആൾക്കാർക്കല്ലാതെ അഫോർഡ് ചെയ്യാൻ പറ്റില്ല, ചിന്തിക്കാൻ കഴിയില്ല. ഒരു കണക്ഷൻ തന്നെ 4500 റുപ്യ വേണം, ഫോണ് വേറെ 12,000 വേണം.
അതുകൊണ്ട് അത് ഫസ്റ്റ് കാണുമ്പോഴൊക്കെ നമ്മൾ നെഗ്ലക്ട് ചെയ്യാ ചെയ്ത് സാധിക്കൂല എന്നുള്ള പേജറിൽ നിന്ന് മൊബൈലിലേക്കുള്ള പേജറുണ്ട് ആ സമയത്ത് മൊബൈലില്. ശരി. നമ്മൾ അന്ന് ഈ ടെക്നോളജിയുടെ കാര്യത്തിൽ നമുക്ക് അത് അപ്ഡേറ്റഡ് ആണ്. അത് നമ്മൾ ഈ ഡിഗ്രിക്ക് പഠിക്കുമ്പോഴേ ഇത് പഠിച്ചോളും. ഞാൻ അംസക്കനെ കാണുന്നതിന് മുമ്പ് തന്നെ കോർഡ്ലെസ് ഫോൺ റിപ്പയർ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മളെയൊക്കെ ആളില്ല, കോഴിക്കോട് കൊണ്ടുപോയി റിപ്പയർ കൊടുക്കും. KM കമ്മ്യൂണിക്കേഷൻ. കാരണം ട്രാവൽ ഏജൻസി ബിസിനസ് ഒരു ത്രെട്ടാണെന്ന് പറയുമ്പോൾ ടെക്നോളജി കമ്പ്യൂട്ടറിലേക്ക് മാറണം എന്നുള്ളൊരു ത്വര നമ്മുടെ ഉള്ളിലുണ്ട്. ഇപ്പം ഏറ്റവും ആദ്യത്തെ കാലത്തൊക്കെ നമ്മളൊരു സ്റ്റുഡൻറ്റിൻ്റെ അടുത്ത് ഇതിങ്ങനെയാണ് നമ്മൾ പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന സാധനം എന്ന് പറയുന്നത് ഇങ്ങനെ മൊബൈൽ എഞ്ചിനീയറിംഗ് ആണ്. ഇതിൽ അന്നെന്ന് പറയുന്നത് അങ്ങനത്തെ ഒരു കോഴ്സോ ഇത് പഠിച്ചാൽ എന്താണ് ഇത്, അതും നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ഇത് അത്രയും ആൾക്കാർക്ക് അഫോർഡബിൾ ആയിട്ടുള്ളൊരു സാധനമല്ല. അപ്പോൾ ഇതൊന്ന് ഒന്ന് കൺവിൻസ് ചെയ്ത് എടുക്കുക എന്ന് പറയുന്നൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഇതിൻ്റെ തുടക്കക്കാരൻ എന്നുള്ള നിലയ്ക്ക്. ഞങ്ങൾ മലപ്പുറം ജില്ലയിൽ കോട്ടക്കല തുടങ്ങുന്നത്. അപ്പോൾ അതിൻ്റെ റീസൺ അഥവാ ഇത് പൂട്ടിപ്പോയ വല്ല പാരലൽ കോളേജും ആക്കാമെന്ന് കരുതിയിട്ടാണ്. കാരണം ധൈര്യമില്ല. കാരണം ഞങ്ങളിത് പഠിക്കണമല്ലോ. ഞങ്ങളിത് പഠിക്കുന്ന ഒരു ദിവസത്തെ കോഴ്സ് 2 ദിവസത്തെ കോഴ്സിന് 50,000 25,000 ഒക്കെ കൊടുത്തിട്ട് ഓരോ സോഫ്റ്റ്വെയർ ഓരോ ഇത് വാങ്ങുന്നതാണ്. അപ്പോൾ ഇത് പഠിച്ചു കഴിഞ്ഞാൽ ഒരു ഫോണിന് 1,000-1,500 രൂപ ആ കാലത്ത് സർവീസ് കിട്ടും, വരുമാനം കിട്ടും. പക്ഷെ ഇത് പഠിപ്പിക്കണം എന്നുണ്ടെങ്കിൽ ഞങ്ങൾ പഠിക്കണമല്ലോ. ഞങ്ങൾക്ക് ഒരു ചെറിയ സമയം കൊണ്ട് 4-5 ലക്ഷം രൂപ ട്രെയിനിങ്ങിനായി, 10-14 ലക്ഷം രൂപ അതിൻ്റെ ഇൻഫ്രാസ്ട്രക്ചറൊക്കെ ഒരുക്കാനായി. അപ്പോൾ നമ്മളിത് എത്ര ചാർജ് ചെയ്യുമെന്ന് പറഞ്ഞപ്പോൾ നമ്മളോട് പറഞ്ഞു, നിങ്ങൾക്ക് സ്റ്റുഡൻസ് ഇന്ത്യയിൽ നിന്നല്ലേ വരും, പുറത്ത് നിങ്ങൾ $1000 അന്ന് 42,000 റുപ്യ ഇതിന് ചാർജ് ചെയ്യണം. അന്ന് നമുക്ക് രാജകളന്താരത്ത് പറഞ്ഞ ഒരു മാഷാണ് നമുക്ക് ഇതിന് ഗൈഡൻസ് തരുന്നത്. എന്നാൽ പോലും ഞങ്ങൾക്ക് അത് ഒക്കൂല. പഠിച്ചോൻ സഹായിച്ചിട്ട് മലപ്പുറം ജില്ലയിൽ നിന്ന് ആരും വന്ന് ജോയിൻ ചെയ്തില്ല. പക്ഷേ നമ്മളെ ബാക്കപ്പ് എസ്കോട്ടിലായിരുന്നു. അവർ ഞങ്ങളെ എറണാകുളത്ത് കൊണ്ടുപോയിട്ട് മൊത്തം കേരളത്തിൽ നിന്നുള്ള ടെക്നീഷ്യന്മാരെ ഈ ആളുകളെ ഒരുമിച്ച് കൂട്ടിയിട്ട് ഞങ്ങളെ കൊണ്ട് ക്ലാസ് എടുപ്പിച്ചു. അതിൽ നമ്മൾ തുറന്ന് കാണിച്ചു കൊടുത്തു, റിപ്പയറിങ്ങും ഹാർഡ്വെയറും ഇതൊക്കെ കാണിച്ചു കൊടുത്തു. അതുകൊണ്ട് ആ റെഫറൻസിൽ നമുക്ക് കേരളത്തിൽ നിന്ന് മൊത്തം സ്റ്റുഡൻസ് വരാൻ തുടങ്ങി. അതേപോലെ UP നിന്ന്, ഹരിയാനയിൽ നിന്ന്, ഇവിടെ നിന്നൊക്കെ സ്റ്റുഡൻസ് വരാൻ തുടങ്ങി. പിന്നെയാണ് നമ്മളെ നാട്ടുകാരൊക്കെ ഒന്ന് പതുക്കെ കയറി വരാൻ തുടങ്ങിയത്. നമ്മൾ പലപ്പോഴും ഈ സ്വന്തം ജീവിതം ഒന്ന് റിവൈൻഡ് ചെയ്യുകയാണെങ്കിൽ അന്ന് നമുക്കിത് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തിരുന്നെങ്കിൽ ചിലപ്പോൾ ഇന്നിപ്പോൾ ഇങ്ങനെയായിരിക്കും. സ്വാഭാവികമായിട്ടും ഒരു ടെക്നോളജിയുടെ അപ്ഡേഷനിൽ നിൽക്കുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് അന്ന് സ്റ്റാർട്ട് ചെയ്ത് വേറെ എന്തൊക്കെ എലമെൻറ്റിനായിരുന്നു ഇപ്പോൾ ഏറ്റവും കൂടുതൽ സാധ്യതയുണ്ടെന്ന് തോന്നിയിട്ടുള്ളത്? ഞാൻ എന്നോട് എല്ലാവരും ചോദിച്ചിരുന്നു, കുറഞ്ഞ കാലമല്ലേ ഇത് പോവുള്ളൂ, ഇത് മാറ്റിക്കൊള്ളുന്നത്. പക്ഷെ ഞാനിപ്പോഴും എനിക്ക് പല ഓപ്പർച്യൂണിറ്റി വന്നിട്ടുണ്ട്. പക്ഷെ ഞാൻ സെൻട്രിക് ആയിട്ട് സ്മാർട്ട് ഫോൺ തന്നെ നിൽക്കുന്നത് ഹെൽത്തും കമ്മ്യൂണിക്കേഷനും ട്രാവലിങ്ങും. ഇത് മനുഷ്യനെ ഒഴിവാക്കാൻ പറ്റില്ല. ഇപ്പോൾ CDMA വരും, GSM വരും, നാളെ സാറ്റലൈറ്റ് വരും, എന്ത് വരും. അതുകൊണ്ട് ഈ മേഖലയിൽ ഒരിക്കലും സ്കോപ്പ് കുറയുന്നില്ല. 2 ഇതിൻ്റെ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞാൽ 140 കോടി ജനങ്ങൾക്ക് അതിലധികം ഫോണുണ്ട്. ഇത് വർഷത്തിൽ നിങ്ങളെ ഫോണിൻ്റെ ബാറ്ററി മാറ്റാൻ നിങ്ങൾക്ക് പറ്റുമോ? എന്തായാലും 2 കൊല്ലം കഴിഞ്ഞാലെങ്കിലും മാറ്റണ്ടേ. പിന്നെ അന്നൊക്കെ പറയും ആൾക്കാർ വലിച്ചെറിയുന്നത്, ആയിക്കോട്ടെ വലിച്ചെറിഞ്ഞോടൊന്ന് റിപ്പയർ ചെയ്തിട്ട് അടുത്തൊക്കെ വിറ്റൂടെ. അപ്പോൾ ഇതിലെന്തായാലും റിപ്പയറിങ് സ്കോപ്പ് ഉണ്ട്. ഇപ്പോഴും നമുക്ക് ഇന്ത്യയിൽ നോക്കുകയാണെങ്കിൽ 25 ലക്ഷം ആൾ ആവശ്യമുണ്ട്, 2 ലക്ഷം പോലും ആളില്ല. ഇന്ത്യയിലുള്ള കുട്ടികൾ പുറത്തു പോയാലും നമുക്ക് ടെക്നീഷ്യന്മാരെ കൊടുക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് സങ്കടം. അപ്പോൾ അതിൽ നമുക്കൊരു ടെസ്റ്റ് ചെയ്യേണ്ട ആവശ്യം വന്നിട്ടില്ല. പിന്നെ നമ്മൾ ഓട്ടോമൊബൈലിൽ അതുപോലെ ഇപ്പോഴത്തെ ഓട്ടോമേഷനിൽ ഇതിലൊക്കെ നമ്മൾ സ്റ്റെപ്സ് വെച്ചിട്ടുണ്ട്. തുടക്കകാലത്ത് നമ്മൾ ഒരുപാട് കുട്ടികൾക്ക് നമ്മൾ ട്രെയിനിങ് കൊടുക്കുന്നു, ഒരുപാട് വിദ്യാർത്ഥികളെ നമ്മൾ പുറത്തേക്ക് ഇറക്കുന്നു. പക്ഷെ നമ്മുടെ ഒരു കാത്തിരിപ്പ് ഉണ്ടാവുമല്ലോ, ഇത് ഒന്നാമത്തെ ഒരു അടി നമുക്ക് ഏറ്റവും ആദ്യം അടിപൊളിയായിട്ട് കിട്ടുന്നു, നമുക്കൊരു ഹിറ്റ് കിട്ടുന്നു, ഇനി നമുക്കിത് പോവാൻ മോനെ, ഇനി നമ്മളെ പിടിച്ചാൽ കിട്ടൂല, അങ്ങനെ തോന്നിയൊരു ഒരു വോ മൊമെൻ്റ് ഉണ്ടോ? അത് യഥാർത്ഥത്തിൽ നമുക്ക് നിരാശ വന്നത്, നമ്മളെ അടുത്തുനിന്ന് ലക്ഷ്യത്തോടെ വന്ന് പഠിച്ച കുട്ടികളൊക്കെ കയറിപ്പോയി. ഇതൊരു രസമായിട്ട് പഠിച്ചു വന്ന കുട്ടികൾ വീണ്ടും ബസ് കണ്ടക്ടർ പണിയും മറ്റേ പണിയും ഇതൊക്കെ ആയിട്ട് നാട്ടിൽ തന്നെ കിടന്ന് തിരിയാൻ തുടങ്ങി. ഷോക്കാ കിട്ടിയത്. അപ്പോൾ നമ്മൾ അന്വേഷിക്കുമ്പോൾ എന്താ വെച്ചാൽ ഇവ 1-2 ഫോൺ ചെയ്യുമ്പോൾ അത് കേടുവരും. കാരണം ഇവൻ ജസ്റ്റ് ഡ്രൈവിംഗ് സ്കൂളിൽ നിന്ന് ഡ്രൈവിംഗ് അടിച്ച പോലെ ഉള്ളൂ. വണ്ടി ഓടിക്കണമെങ്കിൽ അത് പോരല്ലോ, ഇത് ലൈസൻസ് ഉണ്ട്, സർട്ടിഫിക്കറ്റും ഉണ്ട്, പക്ഷെ ഓടി എക്സ്പീരിയൻസ് ആവണം. അതിന് ആരും വണ്ടി കൊടുക്കൂല അവന്. അത് ഏതെങ്കിലും അങ്കിളോ അമ്മാവനോ കസിനോ വാടാന്ന് പറഞ്ഞ് കൂടെ കൂട്ടണ്ടേ. അപ്പോൾ ഇൻസ്റ്റിറ്റ്യൂഷണൽ ട്രെയിനിങ് പോരാ, ഒരു ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് 2-3 മാസം ഒരാളെ കീഴിൽ നിന്നാൽ പിന്നെ ഔസർജൻസി പോലെ ഒരു സീനിയറിൻ്റെ കൂടെ. ഇൻസ്റ്റിറ്റ്യൂഷന് നമ്മൾ കൊടുക്കുന്ന ഫോണാണ്, അതിമകൾക്ക് ടെൻഷനൊന്നുമില്ല. പക്ഷെ കസ്റ്റമർ ഫോൺ തൊടുമ്പോൾ ഉത്തരവാദിത്തം മാറി. ഒരു 5,000-ന്റെ ഫോൺ കേടന്നാൽ 5,000 നഷ്ടം, 50,000-ന്റെ ഫോൺ കേടന്നാലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും കുട്ടികൾക്ക് ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ ട്രെയിനിങ്ങിൻ്റെ കൂടെ ഒരു ഓൺ ജോബ് ട്രെയിനിങ് വേണം. എന്നാൽ പിന്നെ ഇത് കിട്ടും എന്നുള്ളത് അങ്ങനെ തന്നെയായിരുന്നു. നമുക്ക് അന്നൊന്നും അങ്ങനത്തെ ഒരു ഗൈഡൻസ് ഒന്നും തരാൻ ആരും ഇല്ലല്ലോ. അപ്പോൾ പിന്നെ നമ്മൾ അതിൻ്റെ പാർട്ട് നോക്കി.
പിന്നെ നമുക്ക് ദുബായിൽ നിന്നൊക്കെ ആൾക്കാർ വന്ന് നമ്മൾ കുട്ടികളെ കൊണ്ടുപോകാൻ തുടങ്ങിയപ്പോൾ ഭയങ്കര കോൺഫിഡൻസ് തോന്നി എന്ന് പറയാം. പിന്നെ ഈ ഡൽഹി കുട്ടികൾ കൂടുതൽ വരാൻ തുടങ്ങിയപ്പോൾ ഡൽഹി പോയി ഇൻസ്റ്റിറ്റ്യൂഷൻ തുടങ്ങി. അത് പിന്നെ അതൊരു വലിയ ഒരു നമ്മളെ പിടിച്ചാൽ കിട്ടുള്ളൂ. കാരണം കേരളത്തിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ഡൽഹിയിലും പ്ലേസ്മെന്റ് കൊടുക്കുക, അന്ന് നമ്മൾ ദുബായിലേക്കൊന്നും ചിന്തിച്ചിട്ടില്ല. ഇങ്ങനെ ആ ഒരു സമയമായപ്പോഴേക്കും നമുക്ക് കോൺഫിഡൻസ് വന്നു. പിന്നെ നമ്മൾ തിരിച്ചറിഞ്ഞു നമ്മളല്ലാതെ ആരും ഇന്ത്യയിൽ ഇത് പഠിപ്പിക്കുന്നില്ല. അതുകൊണ്ടാണ് ഇത് ഫസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് നമ്മൾ എക്സ്ക്ലൂസീവ് ആണെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലായി. നമ്മളിതിൻ്റെ ഒരു വിദ്യാർത്ഥി നമ്മുടെ കോഴ്സിന് ജോയിൻ ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് വന്ന് ജോയിൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ കണ്ടപ്പോൾ എനിക്ക് ഏറ്റവും കൗതുകരമായിട്ട് തോന്നിയൊരു കാര്യം അവൻ്റെ ലൈഫ് സെറ്റിലാക്കുന്നത് വരെയുള്ളൊരു ഗൈഡൻസ് ആണ്. അതായത് അവരുടെ കോഴ്സ് കഴിയുമ്പോൾ അത് തീരുന്നില്ല, അതിനുശേഷം അവർക്ക് കൊടുക്കാൻ പോകുന്ന പ്രാക്ടിക്കൽ ആയിട്ടുള്ള അവരുടെ എക്സ്പീരിയൻസസ് നമ്മൾ എത്രമാത്രം ഉയർത്തുന്നു എന്നുള്ളത്, അതിനുശേഷം ഇവരുടെ ഒരു മൊത്തത്തിലുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് മാറ്റിയിട്ട് മറ്റൊരു കൾച്ചറിലേക്ക്, വേറൊരു സംസ്കാരത്തിലേക്ക് കൊണ്ടുവയ്ക്കുന്നു, അവിടെ നിന്ന് മറ്റൊരിടത്തേക്ക്. ഇതെങ്ങനെയാണ് ഇത് ഡിസൈൻ ചെയ്തെടുത്തത്? ഇതിൽ 2 വശം ഉണ്ടല്ലോ. ഞാൻ ആദ്യം പറഞ്ഞൊരു കാര്യം ഉണ്ടല്ലോ, നമ്മൾ ഒരു BA BCom BEd ഇങ്ങനെ ഒരു ജോലിക്കാരനാവേണ്ടതില്ല. നമ്മളെന്തെങ്കിലുമൊക്കെ ഒരു ബിസിനസ് പോയി ഒരു 40 വയസ്സൊക്കെ ആകുമ്പോഴേക്കും നമ്മളെ വാപ്പയൊക്കെ സോഷ്യൽ റിലീജിയസ് ഇങ്ങനെ ജനങ്ങൾക്ക് ഉപകാരമുള്ളൊരു മേഖലയിലാണ്. അപ്പം നമ്മൾക്ക് ഒരു ഏർലി റിട്ടയർമെൻറ്റ് വേണമെന്നുള്ള ചിന്ത പിഡ്കോ തുടങ്ങുമ്പോഴേ അതിൻ്റെ പാർട്ട്ണറൊക്കെ പറയും 40 വയസ്സ് കഴിഞ്ഞാൽ എന്നെ ഈ പണിക്കൊന്നും കിട്ടുമല്ലോ കേട്ടോ. അത് യൂറോപ്പിനൊക്കെ അങ്ങനെയുള്ളൂ. 19 വയസ്സിൽ എയർഫോഴ്സ് കയറിയാൽ 39 വയസ്സിൽ റിട്ടയർ ആവുന്നില്ല. അത് നമ്മളെ പോസ്റ്റല്ല, ബ്രിട്ടീഷുകാരുണ്ടാക്കിയ പോസ്റ്റാണ് ഏർലി റിട്ടയർമെന്റ്. അപ്പോൾ ഹാർഡ് വർക്ക് അല്ല, സ്മാർട്ട് വർക്കാണ്. നമ്മൾ നല്ല ആവതുള്ള കാലത്ത് പഠിക്കണം, ജോലി ചെയ്യണം. പക്ഷേ നമുക്ക് ആവതില്ലാത്ത കാലത്തേക്ക് ഒരു പാസീവ് ഇൻകം ഉണ്ടാക്കണം. ശരിക്ക് ഹൈദരാബാദും മലയാളിയും ഒന്നിച്ച് ദുബായിൽ വന്ന ഹൈദരാബാദ് 2-4 വർഷം കൊണ്ട് നാട്ടിൽ വാടകയ്ക്ക് കൊടുക്കാനുള്ള ഒരു കെട്ടിടമോ ഒരു ഫാമോ എന്തെങ്കിലും ഉണ്ടാക്കിയിട്ട് വാടക ക്വാർട്ടേഴ്സ് പോയി താമസിക്കും. നമ്മൾ 10 സെന്റും വലിയൊരു വീടും ഉണ്ടാക്കിയിട്ട് അതിന്റെ കടം വീട്ടാൽ അടുത്ത 30 നിൽക്കും. തിരിച്ചു വന്നാൽ ഒന്നുമില്ല. അപ്പോൾ ഇങ്ങനെ ഒരു ഗൈഡൻസ് നമ്മൾ കുട്ടികൾക്ക് കൊടുക്കണം എന്നുള്ളത് ആദ്യം നമ്മൾക്ക് നിർബന്ധ ബുദ്ധി ഉണ്ടായിരുന്നു. ഒരു 10 വർഷം 15 വർഷം കഴിഞ്ഞാൽ കണ്ണ് സപ്പോർട്ട് ചെയ്യില്ല, കൈ സപ്പോർട്ട് ചെയ്യില്ല. അതുകൊണ്ട് നിങ്ങൾ വർക്കറാവണം. പിന്നെ ഒരു സെയിൽസും പർച്ചേസും കൂടെ പഠിച്ചാൽ ഒരു സൂപ്പർവൈസർ ആവും. പിന്നെ നിങ്ങളൊരു അഡ്മിനിസ്ട്രേഷൻ പഠിച്ചാൽ നിങ്ങളൊരു മുതലാളിൻ്റെ കൂടെ കൂടിയിട്ട് പാർട്ണറാവണം. അങ്ങനെ നിൻ്റെ കല്യാണം, വണ്ടിയും വീടും ഉത്തരവാദിത്തമൊക്കെ റെഡി ആയി കഴിഞ്ഞാൽ എവിടെയെങ്കിലും എൻ്റെ ജോലി തുടർന്നുകൊണ്ട് എവിടെയെങ്കിലും 3-4 ആൾ കൂടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യണം. അങ്ങനെ അത് സക്സസ് ആയ ഇവിടെ നിന്ന് അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യണം. ഇത് നമ്മളെ വേറെ കുറെ കുട്ടികളുടെ കേസ് സ്റ്റഡീസും ഇതിലുണ്ട്. കാരണം 27 വർഷമായല്ലോ. പക്ഷെ ഇത് നമ്മൾ 2004 മുതൽ തന്നെ കുട്ടികളോട് ഇംപ്ലിമെന്റ് ചെയ്യുന്ന എന്റർപ്രീനിയർ പ്രൊമോഷണൽ പാക്കേജ് എന്ന പേരനിട്ട് ടെക്നോപ്രീനിയേഴ്സ് ആവണം. കാരണം ഇനിയുള്ള ലോകം ഓട്ടോമേഷൻ എന്തായാലും ഇലക്ട്രോണിക്സും കമ്പ്യൂട്ടറും സർഫേസ് മൗണ്ട് ടെക്നോളജിയാണ്. ഇതൊക്കെ ഇത് പഠിച്ച ഒരാൾക്ക് ഇനി ബിസിനസ് ഉള്ളൂ എന്നുള്ളത് നമ്മൾ കുട്ടികളോട് പറയുന്നുണ്ട്. പക്ഷെ നിർഭാഗ്യവശാൽ ആ കാലത്തൊക്കെ നമ്മളെടുത്ത് പഠിക്കാൻ പറ്റുന്ന കുട്ടികൾ ഡിഗ്രിക്ക് പോകാൻ പറ്റാത്തവരോ +2 മാർക്കില്ലാത്തവരോ അല്ലെങ്കിൽ ഒരു ജോലി മാത്രം ലക്ഷ്യമാക്കിയവരാണ്. ഇപ്പം മാറാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ നല്ല മിടുക്കന്മാരും അതേപോലെ ഡിഗ്രി കഴിഞ്ഞവരൊക്കെ വരാൻ ശരിക്കും. ഇപ്പോൾ നമ്മൾ പുറത്തേക്കൊക്കെ നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ സാധ്യതകളുള്ള ജോലി എന്ന് പറയുന്നത് പലപ്പോഴും ഇലക്ട്രീഷ്യൻ, പ്ലംബിംഗ്. കാരണം ഇപ്പോൾ AI പോലും പ്രഡിക്റ്റ് ചെയ്തിരിക്കുന്ന കാര്യം ഇനി ഭാവിയിലേക്ക് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ലിസ്റ്റ് പറയുമ്പോൾ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട ലിസ്റ്റ് പറയുന്ന സമയത്ത് ഈ പറയുന്ന പോലെ മൊബൈലിൻ്റെ ടെക്നീഷ്യൻസിൻ്റെ കാര്യം, ഈ പണി ചെയ്യാൻ AIക്ക് പറ്റില്ല എന്ന് നമുക്ക് ഉറപ്പുള്ള വളരെ കുറച്ച് പണികളേ ഉള്ളൂ. പക്ഷേ നമ്മൾ വളരെ അടുത്ത കാലത്താണ് ആ രീതിയിലേക്ക് ചിന്തിച്ചു തുടങ്ങി എന്ന് തോന്നിയിട്ടുണ്ട്. എല്ലാവരെയും ഡോക്ടറും എഞ്ചിനീയറും ആക്കിയിട്ട് മറ്റെന്തെങ്കിലും പരിപാടിയിലേക്ക് പോകുന്ന ഒരു രീതിയിലായിരുന്നല്ലോ നമ്മുടെ ഒരു പോക്ക്. ഇപ്പോൾ ആ ഒരു കൃത്യമായിട്ട് സംഭവം മനസ്സിലായി തുടങ്ങിയെന്നാണ് അല്ലേ? നമ്മൾ കുറഞ്ഞ കാലം നെതർലാൻഡിൽ ജീവിച്ചിരുന്നു. അപ്പോൾ അവിടുത്തെ ഈ സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സൊക്കെ ഓൾമോസ്റ്റ് മലയാളികളാണ്. അവർ പറയും ഇവിടുത്തെ ഒരു പ്ലംബറായാൽ മതിയായിരുന്നു. കാരണം 1 മണിക്കൂറിന് നമ്മളെ നാട്ടിലെ 5000 ഉറുപ്പിക കിട്ടും. അതും ചെറിയ പണിയാണെങ്കിലും മിനിമം വേജസ് ഉണ്ട്. അതേപോലെ US ആളുകളൊക്കെ എല്ലാ പണിയും ചെയ്യണം. കാരണം പുറത്തുനിന്ന് വരാം. കാരണം ഇങ്ങനത്തെ സ്കിൽഡ് ജോബുകൾക്ക് ഒരു സ്റ്റാറ്റസ് ഇല്ലാത്ത അവസ്ഥ നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുത്തു. അത് IT-കാരൻ്റെയും പോളിക്കാരൻ്റെയും പണിയാണെന്ന് പറഞ്ഞിട്ട് അതുകൊണ്ട് വന്ന ഒരു ാണ് ഇന്ന് നമ്മൾ അനുഭവിക്കുന്നത്. ഡിഗ്രിയും PGയും 4-5 വർഷം ഒരാൾക്ക് കേരളത്തിലാണെങ്കിൽ പഠിക്കാതെ ചിലപ്പോൾ പാസ്സാവാനുള്ള മാർഗങ്ങളുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് അത്രയും എംപ്ലോയ്മെന്റ് മുമ്പ് ഉണ്ടായിരുന്നു, ഇപ്പം ഇല്ല. അതിന്റെ റേഞ്ച് മുമ്പ് ഒരു ഡിഗ്രി ഉണ്ടെങ്കിൽ തന്നെ ജോലി കിട്ടും. ഇന്ന് ഡിഗ്രിയും PGയും അതിന്റെ അപ്പുറം PhD ഉണ്ടെങ്കിലും ജോലിയില്ല. അപ്പോൾ 1000 പേര് ആവശ്യമുള്ളിടത്ത് 10000 പേര് പഠിക്കുകയാണ്. നേരെ മറിച്ച് ഇവിടെ ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ 10-30 ലക്ഷം ആളെ വേണ്ടടുത്ത്
നമുക്ക് ആളില്ല. അപ്പോൾ അതിൻ്റെ ഡിഫറൻസ് തന്നെയാണത്. ആ കാലഘട്ടം പതിയെ തിരിഞ്ഞു തുടങ്ങിയെന്നുള്ളതാണ്. തൊഴിലധിഷ്ഠിതമായിട്ടുള്ള വിദ്യാഭ്യാസങ്ങൾക്ക് കൂടുതൽ പ്രാമുഖ്യം കിട്ടുന്ന രീതിയിലേക്ക് പതിയെ മാറി തുടങ്ങിയില്ല ആളുകളുടെ തോട്ട് പ്രോസസ്സ്. അല്ല, അത് വേൾഡ് വൈഡ് ആദ്യ എഡ്യൂക്കേഷൻ അങ്ങനെയാണ്. 15 വയസ്സ് കഴിഞ്ഞാൽ മാതാപിതാക്കളെ ആശ്രയിക്കാൻ പാടില്ല. പഠിക്കാനുള്ള വകുപ്പ് സ്വയം ജോലി ചെയ്ത് കണ്ടോളണം. ഇപ്പോൾ യൂറോപ്പിലൊക്കെ യൂണിവേഴ്സിറ്റിയിൽ 3 ദിവസമേ ക്ലാസ് ഉള്ളൂ. ബാക്കി 4 ദിവസം അവൻ ഫീൽഡിൽ പോയി പണിയെടുത്തിട്ട് അധ്യാപകൻ്റെ അടുത്ത് പ്രസന്റ് ചെയ്യണം. എനിക്കൊക്കെ കാനഡയിൽ പോയ സമയത്ത് അത്ഭുതം തോന്നിയൊരു കാര്യം, അവിടെ ഏറ്റവും കൂടുതൽ റെപ്യൂട്ടഡ് ആയിട്ടുള്ള ജോലികളിൽ ഒന്ന് ബസ് ഡ്രൈവേഴ്സാണ്. അപ്പം നമുക്കിവിടെ അതിനൊരു വാല്യൂ കൊടുക്കാണ്ടിരിക്കുന്ന സമയത്ത് എങ്ങനെയാണ് ഒരു വിദേശ രാജ്യങ്ങളിൽ അതിൻ്റെ ഒരു വാല്യൂ കൊടുക്കുന്നത് എന്നൊക്കെ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവുമല്ലോ. അല്ല, ഇതിലുള്ളൊരു വിഷയം എന്താ വെച്ചാൽ ഇവൻ സ്ഥിരം അത് ചെയ്യുന്നില്ല. ഇവൻ ആദ്യം ഒരു ലേബർ വർക്ക് ചെയ്യുന്നത്, പിന്നെ സൂപ്പർവൈസർ, പിന്നെ അവൻ്റെ ഒരു കരിയർ സെറ്റ് ചെയ്തിട്ട്, ഞാൻ യൂറോപ്പിനെ പറയുന്നത്, ഒരു ചിക്കൻ പൊരിച്ചതാണല്ലോ KFC, അത് ലോകം മുഴുവല്ലേ. നമ്മൾ മലപ്പുറത്തുകാരും കോഴിക്കോട്ടുകാരും ഒന്നും ചിക്കൻ പൊരിക്കണില്ലേ. ഇതെന്താ വെച്ചാൽ ഇത് ആ വിഷണറിയിൽ പോയിട്ട് അത് കണ്ടെത്തി അത് എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടി അതിൻ്റെ റെസിപ്പി മറ്റതൊക്കെ കറക്റ്റ് നോട്ട് ചെയ്ത് അതിനെ കോപ്പി പേസ്റ്റ് ചെയ്യാൻ അവർ തയ്യാറായി. ഇന്നിപ്പോൾ നമ്മളെ കുട്ടികളും ആ ലെവലൊക്കെ ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ അതിൻ്റെ കാര്യം. ജോലി ചെയ്യുന്നത് ഫിനാൻഷ്യൽ ഏണിങ്ങിന് മാത്രമാണെന്നുള്ളത് മാറിയിട്ട് അതൊരു ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ആണെന്നുള്ള മൈൻഡിലേക്ക് നമ്മളെ കുട്ടികൾ എത്തിയാൽ ഇത് ഈ പ്രോബ്ലം സോൾവ് ആവും. നമ്മൾ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് തിരിച്ചു വന്നു കഴിഞ്ഞാൽ നമ്മൾ പഠിപ്പിച്ച് വിട്ട കുട്ടികളെ ലോകത്തിൻ്റെ പലയിടങ്ങളിലും കാണാനുള്ളൊരു ഭാഗ്യം സ്വാഭാവികമായിട്ടും ആളുകൾക്ക് വരാറുണ്ട്. അങ്ങനെ നമുക്ക് ഒരു അഭിമാനം തോന്നുന്നൊരു ഒരു മുഹൂർത്തം അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാവില്ലേ? എൻ്റെ ഒരു തുടക്കം മുതലുള്ള ഒരു ഡയറക്ടറാണ് ഉണ്ണികൃഷ്ണൻ. ഉണ്ണികൃഷ്ണൻ എപ്പോഴും സംഭവം പറയും. രണ്ടത്താണില്ല, ഞങ്ങളെ മലപ്പുറത്തുള്ളൊരു പയ്യനാ. അവന് ഭയങ്കര നിരാശാബോധം. അവനെ ക്ലാസ്സിലെ കുട്ടികൾ കളിയാക്കിയിട്ട് എന്നെ ഒന്നിനും പറ്റൂല എന്നുള്ളത്. ഒരു 3-4 പോസ്റ്റിങ് ഡൽഹിയിൽ കൊടുത്തിട്ടും അവൻ അൺഫിറ്റാണ്, ഞാൻ നാട്ടിൽ പോവാണെന്ന് പറഞ്ഞപ്പോൾ ഉണ്ണി അവനൊരു 1/2 മണിക്കൂർ കൗൺസിൽ ചെയ്തു. എന്നിട്ട് അവൻ പറഞ്ഞു, ഞാൻ ഇനി പോകുന്ന സ്ഥലത്ത് 1 വർഷം പൂർത്തിയാക്കിയിട്ട് വരുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ബാക്കിയുള്ള സ്റ്റാഫിനൊന്നും അവനെ പറ്റിയൊരു അഭിപ്രായമില്ല. അങ്ങനെ ഞാനും അത് മറന്നുപോയ സംഭവം. ഞാനും സലീം എന്നറിയാം, നമ്മളെ ഡൽഹി ഡയറക്ടറാണ്, നമ്മുടെ സ്റ്റുഡൻറ്റുമാണ്. ഗാൻഷോയിൽ ചൈനയിൽ നമ്മൾ പർച്ചേസിന് പോകുമ്പോൾ പെട്ടെന്ന് ഇവനെ വഴിയിൽ നിന്ന് കാണാണ്. ഇവൻ അസ്സലാമു അലൈക്കും സാറേ എന്ന് പറഞ്ഞിട്ട് അവൻ്റെ സ്പീഡ് ഒട്ടും കുറക്കാതെ നടന്നുപോയി. ഒരു കൈ തരാനോ ഒന്നിനും നിന്നില്ല. അപ്പോൾ ഞാൻ സലീമിനോട് പറഞ്ഞു, ഏട്ടാ അവൻ ഇന്ന ആളല്ലേ, അവൻ ചിലപ്പോൾ ഇത് കേൾക്കോണ്ട് പേര് പറയാൻ പറ്റില്ല. അതെ, അവൻ നമ്മളെ മൈൻഡ് ചെയ്തില്ലല്ലോ. അതൊക്കെ വലിയ ആൾക്കാരായി എന്നും പറഞ്ഞു. അങ്ങനെ പിന്നെ ഞങ്ങൾ പർച്ചേസൊക്കെ കഴിഞ്ഞ് ഏകദേശം ഒരു ലഞ്ച് ബ്രേക്ക് ആയപ്പോൾ ഞങ്ങൾ നിസ്കരിക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രയർ ഹാളുണ്ട്, അവിടെ പോയപ്പോൾ യുവ അവിടെ ഉണ്ട്. അപ്പോൾ അവൻ പറയാം, ഞാൻ എത്ര നേരമായി ഇവിടെ കാത്തിക്കണം, നിങ്ങൾ എന്തായാലും ഇവിടെ വരുമെന്ന് എനിക്കറിയാം. അപ്പോൾ എന്താണ് രാവിലെ മൈൻഡ് ചെയ്യാൻ, ഞാനേ ദുബായിലൊരു പ്രധാന കമ്പനീൻ്റെ പർച്ചേസ് മാനേജറാണ്. 6, 7, 8, 9 ഷോപ്പിൽ ഫിസിക്കലി പോകണം, എല്ലായിടത്തും പോകണം. നിങ്ങളോട് സലാം പറഞ്ഞ് അവിടെ ഒരു ലോഗ്യം പറഞ്ഞാൽ എനിക്കൊരു കാരണം ആ ടൈമിങ്ങിൻ്റെ ഇതുകൊണ്ട് അന്ന് എനിക്ക് തോന്നുന്നത് ഇന്ത്യൻ്റെ 75,000 ലക്ഷം റുപ്യോളം സാലറി ഉള്ള ഒരാൾ, ഇത്രയും ഉത്തരവാദിത്തമുള്ള ഒരാള്. അപ്പൊ ഞാൻ പറഞ്ഞു പോരേന്ന്. ഇതേപോലെ ജിദ്ദയിലൊരിക്കൽ ഞാനും സലീമും തന്നെ ഒരു പള്ളിയിൽ സുബൈക്ക് നിസ്കരിക്കുന്ന സമയത്ത് ഒരു കുട്ടി പറഞ്ഞു, ഞാൻ എപ്പോഴും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. അപ്പൊ എന്താന്ന് വെച്ചാൽ പറഞ്ഞു, ഞാനൊരു എത്തീമാണ്, അതായത് ഫാദർ ഇല്ലാഞ്ഞിട്ടല്ല, അമ്മാവന്മാരെ വീട്ടിലാണ് നിന്നിരുന്നത്. ഞാൻ 4 വർഷം ഡൽഹിയിൽ ഞങ്ങൾക്ക് ഒരു സൗജന്യ പാക്കേജ് ഉണ്ട്, പൈസ ഇല്ലാത്തവർക്ക് ഫ്രീ ആയി പഠിക്കാം. 4 വർഷം ജോലി ചെയ്ത് എൻ്റെ അമ്മാവൻ്റെ മോനെ എന്നെ സൗദിയിൽ കൊണ്ടുവന്ന് ഷർഫയിലത്. അപ്പോൾ ഈ 4 വർഷം ഞാൻ ഇവിടെ നിന്ന് വീടായി. ഇനി എൻ്റെ കല്യാണം വീട് കൊടിയിരിക്കലുമാണ്. എൻ്റെ ഉമ്മാക്ക് സ്വന്തമായിട്ടൊരു വീട്. ഇതിന് കാരണങ്ങളാണ് ഞാൻ എപ്പോഴും നിങ്ങൾക്ക് വേണ്ടി. ഇതൊക്കെ നമ്മളെ മനസ്സിലെ എന്താ പറയുക ഏറ്റവും വലിയൊരു സന്തോഷം തന്ന സംഭവം എന്ന് പറയാൻ പറ്റുമോ. നമ്മളൊരു വിഷൻ ഉണ്ടാക്കുന്നു, ആ വിഷനിലേക്ക് നമ്മൾ കുട്ടികളെ കൊണ്ടുവരുന്നു, അവർക്ക് നമ്മൾക്ക് വേണ്ട രീതിയിൽ അല്ലെങ്കിൽ നമ്മൾ അവർക്ക് വേണ്ട രീതിയിൽ കൃത്യമായിട്ട് അവർക്ക് ഗൈഡൻസ് കൊടുക്കുന്നു, അവർക്ക് കൗൺസിലിംഗ് കൊടുക്കുന്നു. ഇതെല്ലാം നമുക്കൊരു തീർച്ചയായിട്ടും ഒരു ലക്ഷ്യമുണ്ട്, ഈ കുട്ടികൾ അങ്ങനെ എത്തണം എന്നുള്ളത്. പക്ഷേ പലപ്പോഴും ഈ ലക്ഷ്യത്തിലേക്കുള്ള യാത്രയിൽ കുട്ടികൾ പതറിപ്പോകാനുള്ള സാധ്യതയും ഭയങ്കര കൂടുതലാണ്. പ്രത്യേകിച്ച് അവരവരുടെ സാഹചര്യത്തിൽ നിന്ന് അവർ പറിച്ചു മാറ്റിയിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് പോകുന്ന സമയത്തൊക്കെ മിക്കവാറും കുട്ടികളിൽ ഇത് കാണാറുണ്ട്. ഇപ്പം സ്റ്റഡി അബ്രോഡിൻ്റെ കാര്യത്തിലാണെങ്കിലും നമ്മൾ കാണാറുണ്ട്. അങ്ങനെ പോകുന്ന ഒരുപാട് കുട്ടികളുടെ കഥകൾ നമ്മൾ കേൾക്കാറുണ്ട്. ഇത്തരം അനുഭവങ്ങൾ കൂടി ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഭാഗമായിട്ട് നമ്മൾ പ്രതീക്ഷിക്കേണ്ടതല്ലേ? അങ്ങനെ ഉണ്ടായിട്ടില്ലേ? ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുമ്പോൾ 10% കുട്ടികൾക്ക് ആരെ സപ്പോർട്ടില്ലെങ്കിലും അവർ ഫീൽഡിൽ അടിച്ചു കയറും. അവർക്കറിയാം എങ്ങനെയാലും കയറും. ഒരു 10% ആൾക്കാരെ ഇനി ആര് നന്നാക്കിയാലും ഉന്തി മരം കയറ്റാൻ പറ്റൂല. ബാക്കി 80% നമ്മളെ സക്സസ് ആയിട്ട് ബന്ധപ്പെട്ടെടുക്കുന്നത്. അപ്പോൾ നമ്മൾക്കിതിൽ മനസ്സിലായത് എന്താ വെച്ചാൽ ഈ കുട്ടിയും രക്ഷിതാവും നമ്മളെ എയിമിലെത്തിയാൽ മാത്രമേ ഒരു സക്സസ് ആവുള്ളൂ.
അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഫസ്റ്റ് പാരൻസ് മീറ്റ്, സെക്കൻഡ് പാരൻസ് മീറ്റ് എന്ന് പറഞ്ഞിട്ട് ഇവൻ്റെ ഒരു പോക്കറ്റ് മണി കൊടുക്കുന്ന ഒരുത്തരം ഡിഗ്രിക്ക് പഠിപ്പിക്കണമെങ്കിൽ ഡെയിലി 200 ഉറുപ്പിക എടുക്കണ്ടേ, മാസം 6000 കൊല്ലത്തിൽ 72,000 3 കൊല്ലം കൊണ്ട് 1.82 ഇവനക്ക് കൊടുക്കണം. ഇവൻ പിന്നെ പുസ്തകത്തിന് വേറെ, ആൾ ടിക്കറ്റിന് വേറെ, പല പേര് പറഞ്ഞിട്ട് ഇത് പഠനത്തിനുള്ള ഞാൻ പറഞ്ഞത് 200 അവൻ്റെ പോക്കറ്റ് മണിയാ. അപ്പൊ ഇവന്റെ ഒരു ബേർഡൻ തീർക്കണം, ഇവൻ നമ്മളെ ആശ്രയിക്കരുത്. അത്രേ പലപ്പോഴും രക്ഷിതാക്കള് ഒരു ജോലി കിട്ടണം, അവനവന്റെ പണിക്കുള്ളത് അവനവൻ. ഇത് ഇത്ര വലിയൊരു സ്കോപ്പുള്ള ജോലിയാണ്, വെയിൽ കൊള്ളണ്ട വെച്ചാൽ. ഞാൻ ആ പണിയെ മോശമാക്കി പറയില്ല, ഞങ്ങൾക്ക് തന്നെ ഉണ്ട്. ഓരോ ഓട്ടോമൊബൈലാണെങ്കിൽ വണ്ടിൻ്റെ അടിയിൽ ഗ്രീസൊക്കെ എടുക്കണ്ടേ, അതല്ലെങ്കിൽ AC ഫിറ്റ് ചെയ്യാൻ ബിൽഡിങ്ങുമ്പോൾ കയറണ്ടേ, ഒരു ഇലക്ട്രീഷ്യനും പ്ലംബർ ആയാലും ഹാർഡ് വർക്ക് ചെയ്യണ്ടേ. ഇതൊരു കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ പോലെ ചെയ്യാവുന്ന, വെയിൽ കൊള്ളാത്ത നല്ല സുന്ദര കുട്ടപ്പന്മാരായി ചെയ്യാവുന്ന ജോലി. ഇത് റോക്കറ്റ് സയൻസ് ഒന്നുമില്ല. നമ്മള് സസ്ത്രീകളോട് പറയും മീൻ മുറിക്കുന്ന പോലെ, അറിയാത്ത മുറിച്ചാൽ മീൻ നശിക്കും, മുള്ളു കയ്യിലും കൊള്ളും. പക്ഷെ 1-2 കഴിഞ്ഞാൽ എന്ന പോലെ ഒരു 4-5 ഫോൺ എക്സ്പെർട്ടായി കഴിഞ്ഞാൽ പിന്നെ ഇത് എന്താ പറയാ, അവന്റെ തലയും കൂടി കൊടുക്കണ്ട, അവനക്ക് അറിയാം എന്ന പ്രോബ്ലം ഇന്നത് എന്നുള്ളത്. അപ്പോൾ വളരെ എളുപ്പത്തിൽ കുട്ടികൾക്ക് പഠിക്കാവുന്ന ഒരു സാധനം, അതൊരു ഹരമുള്ള സാധനം, റിപ്പീറ്റേഷൻ ഇല്ല, മോഡലുകൾ ഇങ്ങനെ മാറുന്ന, ടെക്നോളജി മാറുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ കുട്ടികൾ ഇത് പഠിച്ചു കഴിയുമ്പോൾ ഒരു തട്ടാനായിട്ട് തന്നെ, ഒരു ഡ്രൈവറായിട്ട് തന്നെ, ഒരു പൊറോട്ടക്കാരനായിട്ട് തന്നെ ഇത് അവസാനിപ്പിക്കുന്ന ഒരു ഇതാണല്ലോ. ഇത് നമ്മൾ കുട്ടികളോട് തിരുത്തും. ഒരു ഹോട്ടലിൽ പൊറോട്ട അടിച്ചാൽ ഒപ്പം ഒന്ന് പിന്നെ ബിരിയാണി വെക്കാനും പഠിക്കുക, ഒന്ന് പാത്രം കഴുകാനും പഠിക്കുക, ഒന്ന് പർച്ചേസും പഠിക്കുക, നമുക്ക് നാളെ ഒരു ഹോട്ടലിൽ തുടങ്ങാം. ഇതാണ് നമ്മൾ കുട്ടികൾക്ക് പറഞ്ഞു, രക്ഷിതാക്കൾക്കും പറഞ്ഞു കൊടുക്കുന്ന അതാണ്. ഒരു 5-6 കൊല്ലം ഒരു പോസ്റ്റിൽ ഇരിക്കരുത്, അത് കഴിഞ്ഞാൽ അതിന്റെ അടുത്ത പടി. അത് മുൻകൂട്ടി നമ്മൾ കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട്, RTC എന്ന് പറയും. നേരത്തെ തിരിച്ചും പഠിപ്പിക്കുന്നുണ്ട്. എന്റെ ഈ 15,000-20,000 ഒന്നും എന്റെ പോക്കറ്റും എന്നെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാൻ പറ്റില്ല. അപ്പോഴേക്കും എനിക്ക് 1 ലക്ഷം റുപ്യ വരുമാനം ആവണമെങ്കിൽ ഈ റിപ്പയർ മാത്രം പോരാ, ഈ സെയിൽസും സെക്കൻഡ് ഹാൻഡ് പർച്ചേസും സ്പെയറും ഒക്കെ പഠിക്കണം എന്ന് പറഞ്ഞിട്ട് കുട്ടികളെ ഉദാഹരണം വെച്ചിട്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അവരെ ബിൽഡപ്പ് ചെയ്യുന്നുണ്ട്. എന്നാലും ഒരു 40-60% കുട്ടികൾ ഇത് എടുക്കുള്ളൂ. ഈ പോകുന്നതിൽ 14% കുട്ടികൾ മാത്രമേ നമ്മൾക്ക് തലവേദന ഉള്ളൂ, ബാക്കി 86% കുട്ടികളും സേഫാണ്. നമ്മളിപ്പോഴത്തെ കുട്ടികൾക്ക് കഥയില്ല എന്നൊക്കെ വെറുതെ പറയാം. അവർക്ക് മനസ്സിലാവുന്ന രീതിയിലും അവർക്ക് വിവരിച്ച് കൊടുക്കുന്ന രീതിയിലും ജനറലായിട്ട് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മളടുത്ത് പുകവലിയൊക്കെ ഒഴിവാക്കിയ കുട്ടികളുണ്ട്. അപ്പോൾ നമ്മളൊന്നും പറഞ്ഞില്ല, നമ്മൾ ഇത്ര പറഞ്ഞല്ലോ, നിന്റെ 40-ാം വയസ്സിൽ എനിക്ക് ഭാര്യയും പൊണ്ണാട്ടിയും വീടൊക്കെ വേണ്ടി വരും, എൻ്റെ പേരൻസൊക്കെ റിട്ടയർമെൻ്റ് ആയിട്ട് എന്നെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടാവും. ഈ കിട്ടുന്ന കാശൊക്കെ പുകച്ചും പോക്കറ്റ് ഓട്ടാക്കുന്ന പണിക്കും പോയാൽ നീ സേവ് ചെയ്യാതെ ഇൻവെസ്റ്റ് ചെയ്യാതെ ഈ പാസീവ് ഇൻകം വരില്ല. ഇതൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ അതൊക്കെ അതേപോലെ എടുക്കുന്ന മക്കൾ ഇഷ്ടംപോലെ ഉണ്ട്. നമ്മളിപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാവുന്ന ഒരു ടെക്നോളജി പഠിപ്പിച്ചു കൊടുക്കുന്നു എന്നതിനപ്പുറത്തേക്ക് ഒരു മനുഷ്യനെ വാർത്തെടുക്കുന്നു എന്നുള്ളതിലാണ് നമ്മുടെ ശ്രദ്ധ. അങ്ങനെയല്ല, നമ്മൾക്കൊരു വാശിയുണ്ടല്ലോ, നമ്മൾ മലയാളികൾ എന്താ പ്രൊഡക്ഷനിലൊന്നും ഇല്ലാത്ത, ഇത് സിന്ധികൾക്കും പഞ്ചാബികൾക്കൊക്കെ പറ്റുള്ളൂ. അല്ലെങ്കിൽ വീട് ചൈനക്കാർക്ക് മാത്രമേ പറ്റൂ, അവർക്ക് 4 കണ്ണും 4 തലയൊന്നും ഇല്ലല്ലോ. അവര് ഇംഗ്ലീഷും മാത്സ് ഒന്നും പഠിപ്പിക്കാൻ നിന്നില്ല 90 മുതൽ. അവരവരെ കുട്ടികളെ പഠിപ്പിച്ച് ഇപ്പോഴും അവർക്ക് ഇംഗ്ലീഷും മാത്സ് ഒന്നും അറിയില്ല. അവർ പഠിപ്പിച്ച ഇലക്ട്രോണിക്സാ. എന്നിട്ട് അവര് ചൈനക്ക് വേണ്ടിയല്ല, വേൾഡിന് വേണ്ടിയിട്ട് 7 ലെവലില് അമേരിക്കക്ക് പോകുന്ന പ്രൊഡക്റ്റ് അല്ല ഇന്ത്യക്ക് വരുന്നത്. നമ്മൾ ചൈന ക്വാളിറ്റി കുറഞ്ഞതാന്ന് പറയുന്നത്, നമ്മൾ ക്വാളിറ്റി കുറഞ്ഞ് വാങ്ങുന്നതാ. ഈ മൈക്ക് ചൈനന്റെ തന്നെ ഉണ്ട് 10 ലക്ഷത്തിന്റെ, നമ്മൾ ചിലപ്പോൾ 1 ലക്ഷത്തിന്റെ വാങ്ങും, ചിലപ്പോൾ 10,000 വാങ്ങും. അത് ചൈനന്റെ കുഴപ്പമല്ല, ബയേഴ്സിന്റെ കുഴപ്പമാണ്. അപ്പൊ അത് ഫോർകാസ്റ്റ് ചെയ്ത പോലെ എന്തുകൊണ്ട് നമ്മൾ മലയാളികൾക്ക് അല്ലെങ്കിൽ കേരളക്കാർക്ക് ഇന്ത്യയെ ഒരു എക്സ്പോർട്ടിങ് ഹബ്ബാക്കാൻ പറ്റില്ല? ഇതാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മളൊരു ടെക്നീഷ്യനാക്കലോ ഒരു സംരംഭകനാക്കലോ ഒന്നുമല്ല. നമ്മുടെ കുട്ടികളുടെ ഹൃദയത്തിൽ നമ്മൾ ശരിക്കും ലെവൽ 10 ഇട്ട് കൊടുക്കുന്നത് ലോകത്തെ എല്ലാ കോണ്ടിനെന്റലിലും പ്രൊഡക്ട്സ് എത്തുന്ന കമ്പനിയുടെ ഇൻവെസ്റ്റർ ആവാം, ഡയറക്ടർ ആവാം, മെൻറ്റർ ആവാം, ഇന്നോവേറ്റർ ആവാം. ഇത് ഡ്രീം ഇട്ട് കൊടുത്താൽ എല്ലാവരും ആയില്ലെങ്കിലും 1% ആയാൽ തന്നെ 100 ആൾ മതിയല്ലോ. ഇപ്പോൾ മുത്തുക ഇങ്ങനെ പറയുമ്പോഴേ ഞാൻ ആലോചിക്കുന്നത്, കാരണം നമ്മുടെ നാട്ടുകാർ പലപ്പോഴും ചെയ്തത് ഈ ഇപ്പോൾ പുറത്തുള്ള രാജ്യങ്ങളിൽ പോയിട്ട് അവരുടെ ഫുഡുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള റെസ്റ്റോറൻറ്റ് തുടങ്ങാൻ വേണ്ടിയിട്ടാണ് വിചാരിച്ചത്. പക്ഷേ ചൈനക്കാർ ചൈനീസ് റെസ്റ്റോറൻ്റ് ആണ് സ്റ്റാർട്ട് ചെയ്തത്. അവരതിനെ ലോകം മുഴുവൻ പോപ്പുലറൈസ് ചെയ്തു. ആ തോട്ട് പ്രോസസ് ആണല്ലേ ശരിക്കും, ആറ്റിറ്റ്യൂഡിലാണ് പ്രധാനപ്പെട്ട കാര്യം. അല്ല, അതിപ്പോൾ തലശ്ശേരിക്കാരൊക്കെ എവിടെ പോയാലും തലശ്ശേരി ബിരിയാണി തന്നെയല്ലേ മാർക്കറ്റ് ചെയ്യുന്നത്. ഓരോ അത് അങ്ങനെ എല്ലാവരും പറയാൻ പറ്റില്ല. ഇപ്പോൾ പൊറാട്ടയൊക്കെ കഴിക്കുന്ന കടകളിൽ യൂറോപ്പിലും അമേരിക്കയിലൊക്കെ ഡിമാൻഡ് കൂടി വരുന്നുണ്ട്. ചിക്കാഗോയിലൊക്കെ പോയ ഹൈദരാബാദ് ബിരിയാണി വളരെ ഫേമസ് ആണല്ലോ. നമ്മൾ തന്നെ അത്ഭുതപ്പെട്ടു, നമ്മൾ ചിക്കാഗോയിലാണോ അതോ ഹൈദരാബാദ് ആണോ എന്ന് മാറിപ്പോകും. അപ്പോൾ അത് എല്ലാവരും പറയാൻ
വയ്യ, എന്നാലും ഉണ്ട്. ആറ്റിറ്റ്യൂഡിൽ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. നമ്മൾ ഇനിയിപ്പോൾ നമ്മുടെ മൊബൈലിൻ്റെ ടൂൾസിൻ്റെ മാനുഫാക്ചറിങ്ങിലേക്ക് വരികയാണെങ്കിൽ അത് ഇതിൻ്റെ ഭാഗമായിട്ട് തന്നെ നമ്മുടെ ഒരു ഏരിയ എന്ന് പറയുന്നത് നമ്മുടെ ഈ കൈപ്പിടിയിൽ ഒതുങ്ങുന്ന ലോകം കൈപ്പിടിയിലേക്ക് ആയതെന്ന് പറയുന്നത് മൊബൈലാണ്. അപ്പോൾ അതിൽ തന്നെയാണ് ഇനി ഫ്യൂച്ചർ എന്ന് പറയുന്ന അടിസ്ഥാനത്തിൽ തന്നെയാണോ ഇതിൻ്റെ ഒരു ടൂൾസിൻ്റെ ഒരു മാനുഫാക്ചറിങ്ങിലേക്ക് വരുന്നത്? നമ്മൾക്ക് മൊബൈൽ ഉണ്ടാക്കാൻ പറ്റും, പക്ഷേ ഈ സാംസങ്ങിനായിട്ടും ആപ്പിളിനായിട്ടൊന്നും മത്സരിക്കാൻ നമുക്ക് കഴിയില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും പിന്നെ ആക്സസറീസ് ഉണ്ടാക്കാം, അതും ലോകത്ത് എല്ലാവരും ഉണ്ട്. പക്ഷേ ഈ ടൂൾസിലുള്ളത് കമ്പനി OEM ടൂൾസ് അഫോർഡബിൾ അല്ല. പിന്നെ ഉള്ളത് നക്കൽ ടൂൾസ് ആണ്. അത് പെട്ടെന്ന് സ്ക്രൂ കേടെടുത്തും സെറ്റും കേടെടുത്തും. അപ്പോൾ ഈ OEM നക്കലിൻ്റെ ഇടയിലൊരു മീഡിയം ക്വാളിറ്റീസ് ആണ് എന്തുകൊണ്ട് നമുക്ക് നിർമ്മിച്ചുകൂടാ? അപ്പോൾ അത് നമ്മൾ ആദ്യം ഇന്ത്യയിൽ തന്നെയുള്ള പല സ്ക്രൂ ഡ്രൈവർ കമ്പനികളിലും പോകുമ്പോൾ നമ്മളെ നോർത്തിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ വി ആർ ഹാപ്പി വിത്ത് അവർ പ്രൊഡക്ട്സ്. ഒരു പുതിയ ഡേ ഉണ്ടാക്കാനാവില്ല എന്നാ. പക്ഷെ ചൈനയിൽ നമ്മൾ ചെല്ലുമ്പോൾ എന്താ വെച്ചാൽ എന്ത് ചെന്നാലും നമ്മളെ ലെവലിൽ ചെയ്യാനുള്ള ആളുകൾ അവരൊക്കെ ഉണ്ട്. നമ്മളെ ബ്രാൻഡിൽ അവർ ചെയ്തു തരും. ആ ബ്രാൻഡിൽ നമുക്ക് ചെയ്തു തന്നാൽ നല്ലതായി മൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ അവരെ ബ്രാൻഡിൽ അത് അവർ വേറെ വിൽക്കുക. എറിക്സൺ 50,000 ഫോൺ ഓർഡർ ചെയ്യുമ്പോൾ ഒരു 5 ലക്ഷം ഫോൺ നിർമ്മിച്ചതാ. 50,000 എറിക്സൺ കൊടുക്കും, ബാക്കി 4 കള്ളനോട്ടടിക്കാല് റിസർവ് ബാങ്ക് അടിക്കുന്നിടത്ത് കള്ളനോട്ടടിച്ചാൽ എന്താ ചെയ്യുക? അപ്പോൾ എന്നപോലെ നമ്മൾ ഈ ടൂൾസിലേക്ക് തിരിയാണ്ടായ കാരണം അതാണ്. കാരണം നമ്മളെ കുട്ടികളുടെ ടൈം വേസ്റ്റ് ആവുക, സാധനം ഡാമേജ് ആവുക. അപ്പോൾ അത് ബി ട്രെൻഡ് എന്നുള്ള പേരിൽ നമ്മൾ തന്നെ ഒരു ബ്രാൻഡ് ഇറക്കി വളരെ നല്ല രീതിയിൽ അത് ആളുകൾ ഉപയോഗിക്കുന്നുണ്ട്, ചോദിച്ചു വരുന്നുണ്ട്. ഒരു ബൾക്കല്ല, പക്ഷേ ഒരു ക്വാളിറ്റി പ്രീമിയം ടെക്നീഷ്യൻസ് ഒക്കെ അത് ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോൾ മുത്തുഖാനെ കുറിച്ച് നമ്മൾ സംസാരിക്കുന്ന സമയത്ത് എല്ലാവരും പറഞ്ഞൊരു കാര്യം, മൂപ്പരും എത്തിക്സ് വിട്ടുള്ള പണിക്കൊന്നും നിൽക്കില്ല, ലാഭമല്ല, എത്തിക്സിലാണ് പ്രധാനപ്പെട്ടൊരു കാര്യം. അത് എല്ലാ ബിസിനസ്സിലും ഇല്ലേ? ഗുജറാത്തികൾ ലോകത്ത് മുഴുവൻ ഹോൾസെയിൽ ചെയ്യുന്നത്, ഗുജറാത്തികൾ ഉണ്ടി ബിസിനസ് ചെയ്യുന്നത്, അവരുടെ എത്തിക്സ് അതിൽ അവരുടെ ആ വാല്യൂ അതാണല്ലോ. ഇപ്പോൾ കോട്ടക്കൽ ആയുർവേദശാലൻ്റെ മരുന്ന് എല്ലാവരും വാങ്ങുന്നത് എന്താണ്? ആ മരുന്ന് കിട്ടിയില്ലെങ്കിൽ അവരത് ഇറക്കൂല. അപ്പോൾ ലോകത്ത് എല്ലാ സക്സസ് ആയ ബ്രാൻഡിൻ്റെ ബേസിക് വശ അവർ നിലനിൽക്കുന്നുണ്ടെങ്കിൽ അവർ ഓഫർ ചെയ്യുന്നത് സത്യമായിരിക്കണം. അത്ര തന്നെ ഉള്ളൂ. അതിൽ പോയിന് നമ്മളുടെ ഒരു പ്രത്യേകമൊന്നുമില്ല. ആർക്കും നമുക്കൊരു ചില സമയത്തൊരു ഇത് വരില്ലേ, അതായത് നമ്മൾ ഇങ്ങനെ ചെയ്താൽ നമുക്ക് ഇത്ര പെർസെൻറ്റേജും കൂടെ അതിൻ്റെ അതിൽ ലാഭം വരാനുള്ള സാധ്യതയുണ്ട്, അത് ചെയ്യണോ വേണ്ടയോ എന്ന് പറയുന്നൊരു ടേക്ക് നമുക്ക് എടുക്കണോ? അത് നിങ്ങൾ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്ന ബിൽഡിംഗ് പോലെയാണ്. നമുക്ക് തൽക്കാലം ഒരു ഷെഡ് മതി എന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ വലിച്ചിട്ടോ. നമുക്ക് ഒരു 10 നില ബിൽഡിംഗ് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങളെ ഫൗണ്ടേഷൻ ക്ലിയർ ആയിരിക്കണം. എന്നപോലെ നമ്മൾ ജനറേഷൻ്റെ അപ്പുറം നമ്മളെ സ്ഥാപനങ്ങൾ പോകണം, നിലനിൽക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ വാല്യൂ ബേസ് ചെയ്ത് അത്രേ ഉള്ളൂ. മറ്റേത് കുറച്ചു കാലം എല്ലാവരും പറ്റിക്കുക, എല്ലാവരും കുറച്ചു കാലം പറ്റിക്കുക, എല്ലാവരും എല്ലാ കാലത്തും വഞ്ചിക്കാൻ പറ്റില്ലല്ലോ. ഇനി എന്തൊക്കെയാണ് നമ്മൾ ഫ്യൂച്ചറിലേക്ക് കാണുന്നത്? തീർച്ചയായിട്ടും ഭയങ്കര ഒരു നല്ല വിഷനുള്ള ഒരാളുടെ മുമ്പിലിരിക്കുന്നത് കൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും 27 വർഷങ്ങൾക്ക് മുൻപ് സ്വർണത്തിന് 2000 രൂപ ഉണ്ടായിരുന്ന കാലത്ത് നമ്മൾ അങ്ങനെ ഒരു കാര്യം ചിന്തിച്ചുവെങ്കിൽ ഇനിയുള്ള തലമുറയ്ക്ക് കൂടി നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന എന്തൊക്കെയായിരിക്കും നമ്മൾ ഫ്യൂച്ചറിലേക്ക്? നമ്മൾ പറയുന്നത് നമ്മളെപ്പോഴും ഈ നെഗറ്റീവ് പാർട്ടാണ് കൂടുതൽ ചർച്ച ചെയ്യാറുള്ളത്. ശരിക്കും പറഞ്ഞാൽ ലോകത്ത് യൂസുള്ള ഇന്ത്യയിലാണ്. ജപ്പാനിൽ 6-1 കഴിഞ്ഞു. ചൈനയിലും തന്നെ സ്വാഭാവികമായിട്ടും കല്യാണങ്ങൾ നടക്കാത്തതുകൊണ്ട് ഫാമിലി ഇല്ല, മക്കളില്ല. ഇത് നമ്മൾ വെറുതെ ഒന്ന് പറയുന്നതല്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾക്ക് അവസരങ്ങൾ ഒരു ഗ്ലോബലി ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. 2, നോ ബോർഡേഴ്സ് ഫോർ സ്കിൽ പീപ്പിൾ. നിങ്ങൾ ഇനി ഒരു സ്കില്ലിങ്ങിലൂടെ പോവുകയാണെങ്കിൽ അത് അപ്ഡേറ്റഡ് ആയിരിക്കണം, ടൈമിൽ മാറിക്കൊണ്ടിരിക്കണം. അതിനെക്കുറിച്ച് അറിയുന്ന ആളുകളായിട്ടുള്ള ഒരു ഇതിൽ പോയാൽ അതിൻ്റെ സെയിൽസ്, സർവീസ്, ട്രേഡിങ്, മാനുഫാക്ചറിങ് അങ്ങനെ എല്ലാ ഏരിയയിലും ഇഷ്ടംപോലെ അവസരങ്ങളേ ഉള്ളൂ. അതൊരു ഗൾഫിൽ ഇരുന്നാൽ നമ്മളിരിക്കും, അങ്ങനെയൊന്നുമില്ല. അതിപ്പോൾ നമ്മളെ മുന്നിൽ ലോകം തുറക്കും എന്നുള്ളതാണ്. ഇപ്പം ഞങ്ങളെ സംബന്ധിച്ച് നമ്മൾക്ക് തോന്നിയ വലിയൊരു അപ്രീസിയേഷൻ ഇന്ത്യ ഗവൺമെൻറ് ഇന്ത്യയിൽ മൊബൈൽ മേഖലയിൽ കോഴ്സ് തുടങ്ങാൻ തീരുമാനിച്ചു. അവർ മൊത്തം ഇന്ത്യയിലെ യൂണിവേഴ്സിറ്റികളൊക്കെ പരിശോധിച്ചിട്ട് ഒരു 2 IAS ഉദ്യോഗസ്ഥരെ വെച്ചാൽ നമ്മളെ സിവിൽ സർവീസ് പാസ് ഒരു ബീഹാരിയും ഒരു ആന്ധ്രക്കാരനും കോട്ടക്കൽ വരികയാണ് നമ്മളെ തേടിയിട്ട്. എന്നിട്ട് അവർ നമ്മളെടുത്ത് 2 ദിവസം ഇരുന്ന് പഠിച്ചിട്ട് കേന്ദ്ര ഗവൺമെൻറ് റിപ്പോർട്ട് കൊടുക്കുകയാണ് ഇവരെ ഉപയോഗിക്കാൻ പറ്റുന്ന എങ്ങനെയാണ് സിസ്റ്റം റൺ ചെയ്യുന്നത്. അങ്ങനെ അവർ ടെലികോം സെക്ടർ സ്കിൽ കൗൺസിൽ നിന്ന് വിളിക്കുകയാണ്, ഡൽഹി, നോയിഡ അവരുടെ ആസ്ഥാനത്തേക്ക് വിളിക്കുകയാണ്. എന്നിട്ട് നമ്മളെ കൊണ്ട് സിലബസ് ഉണ്ടായിരിക്കുകയാണ്. നമ്മളെ അക്കാദമിക് പാർട്ണറായിട്ട് ഇങ്ങോട്ട് കേരളത്തിൽ നിന്നുള്ള ഏക അക്കാദമിക് പാർട്ണറാണ് സെൻട്രൽ ഗവൺമെൻറ്. ഇപ്പോൾ കഴിഞ്ഞ IMC മോദി ഗവൺമെൻറ് 150 രാജ്യത്തുനിന്ന് പ്രതിനിധികളെ വിളിപ്പിച്ച് അതിൽ കേരളത്തിൽ നിന്ന് ആകെ ഞങ്ങൾ 3 ആളേ ഉള്ളൂ, ഞാനും സലീമും ഉണ്ണികൃഷ്ണനും. എന്നുവെച്ചാൽ നമ്മൾക്ക് അത്രയും ഒരു
റെപ്യൂട്ടേഷൻ ഇങ്ങോട്ട് വന്നു. സാധാരണ ഇപ്പോൾ ഇതിനൊക്കെ ഇപ്പോൾ അങ്ങോട്ട് തേടി പിടിച്ച് പോകണം. നമ്മളുടെ കഴിഞ്ഞ അലുമിനി മീറ്റ് ഉദ്ഘാടനം ചെയ്യാൻ അതിൻ്റെ CEO ലിeutenant ജനറലാണ് റിട്ടയർഡ്, നേരിട്ട് കോട്ടക്കൽ വന്നിട്ട് ഇനാഗ്രേറ്റ് ചെയ്തു. എന്നിട്ട് അദ്ദേഹം തിരിച്ചു പോയതിന് ശേഷം TSSന്റെ CEO ഒക്കെ പറയല്ല, CEO അല്ല എൻ്റെ മാനേജേഴ്സ് പറയണം, ഇപ്പം അദ്ദേഹം ബ്രിഡ്കോന്റെ CEO ആണോ വെച്ചാൽ അത്രയും അടുപ്പം. നമ്മളെ ലെവൽ 8-ലും 7-ലും വെച്ചാൽ പല ബിസിനസ്സും ചെയ്ത് 10-15 വർഷം മുമ്പ് പഠിച്ച കുട്ടികളൊക്കെ ആ പ്രോഗ്രാമിന് വന്നിരുന്നു. ഇവരെ നേരെ ഇന്ററാക്ട് ചെയ്തു അദ്ദേഹം. അപ്പം മനസ്സിലായി ജസ്റ്റ് ഒരു സർട്ടിഫിക്കറ്റ് എവിടെയെങ്കിലും പ്ലേസ്മെന്റ്